ഡിവൈഎസ്പി മധു ബാബുവിനെ SP ആക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ഇത്രയധികം ആക്ഷേപം ഉയർന്ന ക്രിമിനലായ ഉദ്യോഗസ്ഥൻ സേനയിലില്ല. SFI നേതാവായിരുന്ന തന്നെ മൂന്നാം മുറയ്ക്ക് വിധേയനാക്കിയ ആളാണ് മധു ബാബു. സർക്കാരിനെയും ഹൈക്കോടതിയെയും സമീപിച്ച് നിയമപരമായി നേരിടുമെന്നും ജയകൃഷ്ണൻ 24-നോട് പറഞ്ഞു. ഡിവൈഎസ്പി മധു ബാബുവിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് പരാതിക്കാരനായിട്ടുള്ള ജയകൃഷ്ണൻ തന്നിത്തോടിൻ്റെ തീരുമാനം. ജയകൃഷ്ണൻ 24-നും ചേരുകയാണ്. ഇതിലൂടെ മനസ്സിലാകുന്നത് ആർക്കും ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ആരെയും മർദ്ദിക്കാം. അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും, നല്ല പോസ്റ്റുകൾ ലഭിക്കും. അപ്പോൾ എന്തുമാകാമെന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതൊരു തെറ്റായ സന്ദേശമാണ്. മധുബാബു സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുടെ പരമ്പരയുണ്ട്, എവിഡൻസുകളുണ്ട്. പോലീസ് തന്നെ അന്വേഷിച്ച് അദ്ദേഹത്തിന്, ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് നടപടിയെടുക്കണമെന്നും സേനയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മാത്രം ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന് മുമ്പിൽ ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ SP ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുക്കാനുള്ള തീരുമാനം. അതിനെ ജയകൃഷ്ണൻ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുക? ഞാനിത് ഹൈക്കോടതിയിൽ പോകും. ഇനിയിപ്പോൾ ഹൈക്കോടതി ആശ്രയിക്കലേ ഉള്ളൂ മാറി. ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.